എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഉണ്ണിയാർച്ച, ഒന്ന് നിൽക്കൂ അവിടെ. ഇതാരാ? നിന്നെ ഞാൻ അല്ലെങ്കിലും ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എടി, എന്നെ കാണാൻ നിനക്ക് ഇത്ര ആഗ്രഹം? എടി 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 മുടിയെന്ന് വിടറി, കാര്യം പറയടി. എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേടാ, ഞാൻ നിന്റെ പെങ്ങളാന്ന്. നീ പിന്നെ എന്തിനാണ് എന്നെ കൊച്ചെന്ന് വിളിച്ചത്? നിന്നെ മടിയിട്ടാണോ എനിക്ക് പേര്? ഇതിനാണോ നീ ഇങ്ങനെ ഭദ്രകാളിയായിട്ട് നിക്കുന്നേ? എടി, അത് പിന്നെ നിനക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും? എടി, അത് പിന്നെ രാഹുൽ ആളത്ര ശരിയൊന്നുമല്ല, അതുകൊണ്ടാ അവന്റെ മുമ്പിൽ വെച്ച് ഞങ്ങള് നിന്നെ അറിയാത്ത പോലെ അഭിനയിച്ചേ, അല്ലാതെ വേറൊന്നുമല്ല. നിനക്കെന്താ അത് മനസ്സിലാവാത്തെ? അവൻ ആളത്ര ശരിയല്ല. അവനിപ്പോ ആരായാലും എനിക്കെന്താ? എനിക്കതിലൊരു കുഴപ്പവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അച്ഛൻ, നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തെ? ഇതെല്ലാരും ഇത് തന്നെയല്ലേ നിന്നോട് പറയുന്നത്? നിനക്കിത് മനസ്സിലാവുന്നു? എക്സ്ക്യൂസ് മീ, എനിക്ക് അങ്ങോട്ട് വരാവോ? ആ, നീയായിരുന്നു. നീ എന്തിനാ അതിന് ചോദിക്കുന്നേ? നിനക്ക് വരത്തില്ലേ? അല്ല, ഇവിടെ നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. അല്ല, സംസാരം കേട്ടിട്ട്. ഈ പെണ്ണിന്റെ തലയിൽ കളിമണ്ണാന്ന് എനിക്ക് തോന്നുന്നു. ഇവക്ക് കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്താ അവക്ക് മനസ്സിലാവുന്നില്ല. അല്ല, നീ എവിടെ പോയതോ? നീ അന്നാരം സംസാരിച്ചിട്ട് പോയതാണല്ലോ. നീ എവിടെ പോയതോ? ഞാനൊരു കടുവക്കുഞ്ഞിനെ മെരുക്കാൻ പോയതാ. മെരുങ്ങി. ആ, ഇനി വഴിക്ക് വരുമോ നോക്കാം. എന്നാ പിന്നെ ഞാൻ പോവാ, ക്ലാസ് ഉണ്ട്. ശരി, പിന്നെ കാണാം. ലോല പോയ കടുവക്കുഞ്ഞിനെ മെരുക്കാനാണോ നീ പോയേ? ആണെങ്കിൽ എനി പ്രോബ്ലം? എന്ത് പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. അവള് വളയോന്ന് നീ നോക്കുന്നു. വളഞ്ഞില്ലെങ്കി വളച്ച് ഉടിച്ച് എന്റെ കയ്യിൽ വെക്കും. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ നോക്കിക്കും മനയാതമേ, നിന്റെ പെങ്ങളെ ഞാൻ വളച്ചിരിക്കും. ആ, അവളങ്ങനെ പെട്ടെന്ന് വളയാത്തൊരു ടൈപ്പാ. നോക്കാം നമുക്ക്. ഹലോ ഗായ്സ്, നിങ്ങൾ എവിടെയായിരുന്നു? ഞാനിവിടെ കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരുപാട് അങ്ങ് ക്യൂട്ട്നെസ് ഇറക്കല്ലേ. നിന്നെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. എന്തുവാ എന്റെ പൂച്ചക്കുഞ്ഞ്, നീ നടന്ന് എത്തണ്ടേ? ബാക്കിയുള്ളവരൊക്കെ എന്തി? നീ എനിക്ക് ബാക്കിയുള്ളവരെ കാണാനിട്ട് ഉറക്കമില്ലെന്ന് തോന്നുന്നു. നീ അടുത്ത ഏത് വള്ളി പിടിക്കാനാ പോയേ? എന്റെ പൂച്ചക്കുഞ്ഞ്, ഞാൻ വള്ളി പിടിക്കാനൊന്നും പോയതല്ല. ഞാൻ വരുന്ന വഴിക്ക് ആദമിച്ചായനെ കണ്ടു. ആദം ചേട്ടനെയോ? അപ്പൊ ചേട്ടനും ഏറ്റവും കൂടെ വഴക്കായിരുന്നായിരിക്കുമല്ലോ. അത് പിന്നെ ചെറുതായിട്ട് ഒരു വഴക്കുണ്ടായി. നിന്നോട് ഞാൻ പറഞ്ഞു ക്യൂട്ട്നെസ് ഇറക്കരുതെന്ന്. ഈ ക്യൂട്ട്നെസ് ഇറക്കണേന്റെ പിറകിൽ എന്തോ ഉണ്ടല്ലോ. എന്തോ കാര്യസാധ്യത്തിനല്ലേ? അതെന്താണ്? പറ പോന്നു മോളെ, പറ. നീ എന്തോ പറയാനാ വന്നേ? എന്റെ പൂച്ചക്കുഞ്ഞ് കാര്യം മനസ്സിലാക്കിയില്ലേ? വെക്കേഷനൊക്കെ അല്ലേ വരുന്നേ? അതെ, വെക്കേഷനൊക്കെയാ വരുന്നേ. അതിനിപ്പോ എന്താ? എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോയാലോ? അതൊരു നല്ല ഐഡിയ ആണ്. എല്ലാരും വരട്ടെ, നമുക്ക് അവരോടും കൂടെ ചോദിച്ചിട്ട് തീരുമാനിക്കാം.